നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ ഉഗ്രസ്ഫോടനം. ഭൂകമ്പത്തിന് സമാനം പൊട്ടിത്തെറി. സ്ഫോടനമുണ്ടായത് തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിൽ. മരണസംഖ്യ ഉയരുന്നു. പാലിക്കരയിൽ വൻ രാസലഹരിവേട്ട. 90 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ചികിത്സയിലുള്ള 10 വയസ്സുകാരൻ അനൂഷിന്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ ഉഗ്രസ്ഫോടനം. ഭൂകമ്പത്തിന് സമാനമായിരുന്നു പൊട്ടിത്തെറി. തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിലാണ് സ്ഫോടനമുണ്ടായത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ പുരയാണ് കത്തിയത്. മരണസംഖ്യ ഉയരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 3:30 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. വൈകിട്ട് 7 മണിവരെ 13 മരണമാണ് അപകടത്തിൽ സ്ഥിരീകരിച്ചത്. നിരവധി തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. അപകടസ്ഥലത്ത് ശരീരഭാഗങ്ങൾ ചിതറിയ നിലയിലായിരുന്നു. തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ പുരയാണ് കത്തിയത്. തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 40ഓളം തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നു. ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റു. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. ആകാശത്തേക്ക് വൻ പുകപടലം പൊങ്ങിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിനായി വെടിക്കെട്ടൊരുക്കുന്ന സതീഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 അപകടം. പ്രദേശത്ത് വൈകിട്ടും സ്ഫോടനം തുടർന്നു. ഇവിടെ നിർമ്മാണം നടന്നിരുന്ന 12 വെടിക്കെട്ട് പുരകളിൽ 11 കത്തി നശിച്ചു. ഇതിൽ കുഴിമിന്നികൾ അടക്കമുള്ളവ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും സ്ഫോടനമുണ്ടായതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. 2 ഏക്കറോളം വരുന്ന പാടപ്രദേശത്താണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്നത്. 24 നടക്കേണ്ട സാമ്പിൾ വെടിക്കെട്ടിനുള്ള വെടിക്കെട്ട് സാമഗ്രികളായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത്. തൃശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളായി കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. സ്ഫോടനത്തിന് കാരണം ഇതാണോ എന്ന സംശയമുണ്ടെങ്കിലും സ്ഥിരീകരണമായിട്ടില്ല. സ്ഫോടനത്തിന്റെ ശബ്ദം കിലോമീറ്ററുകളോളം കേട്ടിരുന്നു. പലരും ഭൂകമ്പമാണെന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. പിന്നീടാണ് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനമാണെന്ന് മനസ്സിലായത്. NCTV ന്യൂസ്, പുതുക്കാട്. പാലിക്കരയിൽ വൻ രാസലഹരിവേട്ട. 90 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശിയും നിലവിൽ പറവൂർ KNK ജംഗ്ഷന് സമീപം വാടകയ്ക്ക് താമസിച്ചു വരുന്ന കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ അഫ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട്ട് വീട്ടിൽ ഷൈൻ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ബാംഗ്ലൂരിൽ നിന്നും ആലുവയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് പ്രതികൾ ലഹരിമരുന്ന് കടത്തിയിരുന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് ബസ്സിറങ്ങിയ പ്രതികളെ പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത 90 ഗ്രാം MDMA-ക്ക് വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരും. ഷൈൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ MDMA കടത്തിയ കേസിലും KSRTC ബസ് കണ്ടക്ടറെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലും പ്രതിയാണ്. അഫ്നാൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മനുഷ്യജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത കേസിൽ പ്രതിയാണ്. പുതുക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പാമ്പുകടിയേറ്റതിനെ തുടർന്ന് കറുകുറ്റി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കടമ്പോട് സ്വദേശി 10 വയസ്സുകാരൻ അനൂഷ് സിൽജോയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് അനൂഷിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൽ കഴിയുന്ന അനൂഷിന്റെ നില തിങ്കളാഴ്ച രാവിലെ മുതൽ മെച്ചപ്പെട്ടിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നടത്തിയ പരിശോധനയിൽ അനൂഷ് കൂടുതൽ ഉന്മേഷവാനും ബോധാവസ്ഥയിലുമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. കുട്ടിയുടെ പേശികളുടെ ബലം മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായി ശ്വസിക്കുന്നുണ്ടെങ്കിലും നേരിയ തോതിൽ വെന്റിലേറ്റർ സഹായം ഇപ്പോഴും തുടരുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ആശുപത്രിയിലെത്തിയ അച്ഛനോടും അമ്മയോടും സഹോദരിയോടും മുഖഭാവങ്ങളിലൂടെയും ചുണ്ടുകളിലൂടെയും
വാക്കിലൂടെയും ചലനത്തിലൂടെയും ആശയവിനിമയം നടത്താൻ അനോഷിന് സാധിച്ചതായി പറയുന്നു. ഇത് തലച്ചോറിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണെന്നതിന്റെ സൂചനയാണ്. പാമ്പുകടിയേറ്റതിനെ തുടർന്നുള്ള തളർച്ചയിൽ നിന്നുള്ള മോചനം പ്രവചനാതീതമാണെങ്കിലും നിലവിലെ മാറ്റങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതും വേഗത്തിലുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നതുമാണെന്ന് ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ ആർ രമേഷ് കുമാർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. ഞായറാഴ്ചയാണ് കടമ്പോട് കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ 2 മക്കൾക്ക് വീടിനുള്ളിൽ ഉറങ്ങുന്നതിനിടെ പാമ്പിന്റെ കടിയേറ്റത്. ഇളയ മകൻ ആൽജോയെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അനോജിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഒരു വർഷത്തിനിടെ 19 പേരാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റു മരിച്ചത്. കടമ്പോട് സ്വദേശിയായ 8 വയസ്സുകാരൻ വീടിനകത്ത് പാമ്പുകടിയേറ്റു മരിച്ച സംഭവത്തെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവുമായി വനംവകുപ്പ്. ശീതരക്തജീവികളാണ് പാമ്പുകൾ. അമിത താപം ഇവയ്ക്ക് സഹിക്കാനാകില്ല. അതിനാൽ തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇവ മാറിത്തുടങ്ങും. ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് പാമ്പുകൾ കൂടുതൽ സമയം പുറത്തിറങ്ങുക. അമിതമായ വേനൽ ചൂട് മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും പാമ്പുകളെയും ബാധിക്കുന്നുണ്ട്. ചൂട് താങ്ങാനാകാതെ വരുന്നതോടെ ഇവ അസ്വസ്ഥരാകുന്നതായി വനംവകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ചൂട് അമിതമായതോടെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പാമ്പുകൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അഭയം തേടും. മൂർഖൻ പകലാണ് സാധാരണ പുറത്തിറങ്ങുന്നത്. ശംഖുവരയൻ എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ രാത്രിയിലും. തണുപ്പ് തേടി വീടിനോട് ചേർന്നുള്ള മരങ്ങളിലൂടെയും വള്ളികളിലൂടെയും മതിലിലൂടെയും ഇവ അകത്തെത്താൻ സാധ്യതയുണ്ട്. വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഓവുചാലുകൾ വഴിയും അകത്തെത്താം. വിറക്, മറ്റു വസ്തുക്കൾ എന്നിവ കൂട്ടിയിട്ടതിനിടയ്ക്കും കയറിയിരിക്കാം. ചൂട് കാരണം പലരും തറയിലും വീടിന് പുറത്തും കിടന്നുറങ്ങാറുണ്ട്. ഇത് പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത കൂട്ടും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അതിപ്രധാനമാണെന്ന് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് KS പറഞ്ഞു. നമ്മുടെ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ അന്തരീക്ഷത്തിലെ ചൂട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് നമ്മളെ മനുഷ്യന്മാരെയും അതേപോലെ തന്നെ നമ്മുടെ വന്യജീവികളെയും മറ്റ് ജീവികളെയും എല്ലാ ജീവജാലങ്ങളെയും ഈ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഈ വന്യജീവികൾക്കും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കരുതലും സുരക്ഷയും എടുക്കേണ്ട ഒരു ജീവിയാണ് ഈ പാമ്പ്, ഉരകവർഗത്തിൽപ്പെട്ട പാമ്പുകൾ. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ റേഞ്ചിൻ്റെ ഭാഗമായിട്ട് കടമ്പോട് ഭാഗത്തുണ്ടായ 2 ദാരുണമായ സംഭവമായിരുന്നു. ഒരു വീട്ടിലെ ഉറങ്ങാൻ കിടന്ന ചേട്ടനനിയനെയും പാമ്പ് കടിച്ചതായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിലൊരു കുട്ടി മരണപ്പെടുകയും മറ്റേ ആൾ ഇപ്പോൾ വിദഗ്ധ ചികിത്സ നേടി ജീവൻ രക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇത് ഇനി ഒരിക്കലും ഒരാൾക്കും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാധാരണ ഈ സമയത്ത് ഈ വേനൽക്കാലം ആയതോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അന്തരീക്ഷ ചൂട് വർദ്ധിച്ചതുകൊണ്ട് ഈ ജീവികളെല്ലാം വെള്ളത്തിനായാലും അതേപോലെ തണുപ്പ് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ടിയിട്ട് തണുപ്പും സുരക്ഷിതമായ ഒരു താവളം അന്വേഷിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും പുറത്തിറങ്ങുകയാണ്. പാമ്പും മൃഗവർഗ്ഗങ്ങളൊക്കെ പൊത്തിനകത്താണ് ജീവിച്ചു വരുന്നത്. അപ്പോൾ അതിനകത്തും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി എവിടെയാണോ അവർക്ക് ഒരു തണലും ഒരു തണുപ്പും സുരക്ഷയും ഉള്ളത് ആ സ്ഥലം അന്വേഷിച്ച് അവർ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അവരുടെ സഞ്ചാരപാതയിൽ എവിടെ കയറുമ്പോഴാണോ അവർക്ക് ആ സുരക്ഷ കിട്ടുന്നത് അവിടെ അവർ കയറും. വീടിനകമായിരിക്കാം, ചിലപ്പോൾ കുളിമുറിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വിറക് ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം. എവിടെയാണോ അവർ കണ്ടെത്തുന്ന സുരക്ഷിതമായ താവളം അവരവിടെ ഉണ്ടാവും. പാമ്പിൻ്റെ അഡൾട്ടിനാണോ കുഞ്ഞിനാണോ വിഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ക്ലീൻ ആയിട്ടിരിക്കുക. ഈ ചപ്പുചവറുകൾ വലിച്ചിടുക, നമ്മുടെ പഴകിയ ആഹാര സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ഈ ആഹാര സാധനങ്ങളും മറ്റ് അവശിഷ്ടങ്ങൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ ഇത് ഭക്ഷിക്കുന്നതിന് വേണ്ടി എലികളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വരുമ്പോൾ അതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഈ പാമ്പുകളും അവിടെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വീടും ഇപ്പം നമ്മളെ ഈ ചൂട് കൂടിയതുകൊണ്ട് നമ്മൾ വീടിനകത്തിരിക്കുമ്പോൾ ജനലും വാതിലൊക്കെ തുറന്നിട്ട് സ്വാഭാവികമാണ്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ റൂമും അതിൽ അടഞ്ഞ് കൂട്ടിയിടാത്ത സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്ന ഒഴിവാക്കുക. അതേപോലെ എല്ലാം നമ്മുടെ കണ്ണെത്തുന്ന രീതിയിൽ വയ്ക്കുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കിടക്കുമ്പോൾ നമ്മളുടെ കിടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റും കിടക്കൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക.
അങ്ങനെ വീടും പരിസരവും എല്ലാ ദിവസവും ക്ലീൻ ചെയ്താൽ അത്രയും നല്ലത്. പിന്നെ മാളങ്ങളോ കല്ലിൻ്റെ പൊത്തുകളോ മറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നമുക്ക് ജനങ്ങൾക്കായിട്ടും പറഞ്ഞു തരാനായിട്ടുള്ളത്. 2020 ഓഗസ്റ്റിലാണ് വനംവകുപ്പിന്റെ സർപ്പ അഥവാ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് പ്രവർത്തനം തുടങ്ങിയത്. സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരാണ് സർപ്പ ജില്ലാ കോർഡിനേറ്റർമാർ. ഭീഷണിയാവുന്ന നിലയിൽ കണ്ടെത്തുന്ന പാമ്പിന്റെ ചിത്രം സർപ്പ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരെത്തി അതിനെ പിടികൂടി നീക്കം ചെയ്യും. പാമ്പുകളെ പറ്റിയുള്ള സംശയ നിവാരണം, പാമ്പിൻ വിഷചികിത്സ നൽകുന്ന ആശുപത്രികളുടെ വിവരം, അംഗീകൃത റെസ്ക്യൂവർമാരുടെ മൊബൈൽ നമ്പർ എന്നിവ ഈ ആപ്പിൽ നിന്ന് ലഭിക്കും. നമ്മളുടെ സർപ്പ ആപ്പ് ഉണ്ട്, നമ്മുടെ വനം വകുപ്പിൻ്റെ ആണത് സർപ്പ ആപ്പ് ഉള്ളത്. അതിൽ നമ്മൾ വനം വകുപ്പ് നമ്മുടെ അൻവർ സാറൊക്കെ അതിൻ്റെ ട്രെയിനിങ് നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുണ്ട്. അപ്പോൾ അതിലൊക്കെ അംഗങ്ങളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണോ ഏത് സമയത്താണോ അത് ആവശ്യം വരുന്നത് അതിൽ നോക്കിയിട്ട് നമുക്ക് ആ നമ്പർ കണ്ടെത്തിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനും അതിനെ റെസ്ക്യൂ ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഒരു ഇതും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ബോധവൽക്കരിച്ച് അത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരുടെ മൊബൈലും കൈവശം വയ്ക്കുക എന്നുള്ളതാണ് കൂടിയാണ്. വനംവകുപ്പിന്റെ കീഴിലുള്ള സർപ്പയുടെ 2021 മുതലുള്ള കണക്ക് പ്രകാരം ജനവാസ കേന്ദ്രങ്ങളിലെത്തിയ 74,000-ലധികം പാമ്പുകളെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയിട്ടുണ്ട്. കത്തുന്ന ചൂടിൽ പാമ്പുകൾ പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്നും വീടിന്റെ പരിസരങ്ങളിലും മറ്റും ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയുന്നതും പാഴ്വസ്തുക്കൾ കൂട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും വനംവകുപ്പിൽ നിന്ന് പരിശീലനം നേടിയിട്ടുള്ള സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർ ദിനേഷ് ആമ്പല്ലൂർ പറഞ്ഞു. ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് മൂർക്കൻ പാമ്പ്, അതുപോലെ വെള്ളിക്കെട്ടനൊക്കെ കണ്ടു തുടങ്ങി. വെള്ളിക്കെട്ടൻ്റെ ഒക്കെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സമയമാണ്, ഈ സീസണാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ളത്. ഇപ്പം ഇന്നലെ ഈ അടുത്ത ദിവസം ഇന്നലെ തന്നെ ഞാൻ പാളകപ്പ് നഗർ നമ്മൾ വില്ലേജ് റോട്ടിൽ ഒരു വീട്ടിൽ രാത്രി തന്നെ ഇന്നലെ 9:30 നേരത്തെ വിളിക്കുകയായിരുന്നു. ഞാൻ പോയി ചെന്ന് നോക്കിയപ്പോൾ അവരെ കോമ്പൗണ്ട് അവരെ സിറ്റ് ഔട്ടിൻ്റെ പുറത്ത് ചെടികളൊക്കെ വെച്ചതിൻ്റെ ഇടയിൽ പാമ്പ് കണ്ടുകൊണ്ട് വിളിക്കും. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ വെള്ളിക്കെട്ടനായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം 1 മീറ്ററോളം നീളമുള്ള വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടനെ റെസ്ക്യൂ ചെയ്ത് ഇന്ന് ഞാനത് ഫോറസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വെള്ളിക്കെട്ടനെ കാണാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയും രാത്രിയിലാണ് വെള്ളിക്കെട്ടൻ പോലുള്ള പാമ്പുകളൊക്കെ തന്നെ വളരെ ആക്റ്റീവ് ആവുന്ന സമയങ്ങൾ. അപ്പോൾ സാധാരണ പാമ്പുകളെ കണ്ടുവരുന്ന ഒരു സീസണാണ്. നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ വെളിച്ചം ഉപയോഗിക്കുക, നമ്മുടെ വീടും പരിസരം വൃത്തിയായിട്ട് ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ വീടിൻ്റെ പരിസരത്തൊക്കെ തറയോടൊക്കെ ചേർന്ന് കല്ല്, കട്ടാല, ചകിരി, ചിരട്ട, ആവശ്യമില്ലാത്ത വിറകുകളൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് വേസ്റ്റ് അനാവശ്യമായിട്ട് വലിച്ചെറിയാണ്ട്. പാമ്പുകൾ ഒരിക്കലും മനുഷ്യരെ അന്വേഷിച്ച് വരുന്നതല്ല, പാമ്പുകൾ അവരെ ഭക്ഷണം തേടി വരുന്നതാണ്. അവർ എലീനോ അല്ലെങ്കിൽ തവളേനോ അവരെ ഭക്ഷണം അന്വേഷിച്ച് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പാമ്പിനെ കാണാനോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബൈറ്റ് ഇറക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വീടും പരിസരം കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ച് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. കാരണം പാമ്പുകൾ എപ്പോഴും ഒരു ഓരം ചേർന്നാണ് സഞ്ചരിക്കുക. വീടിൻ്റെ തറയോട് ചേർന്ന് ചുമനോട് ഒരു ഓരം ചേർന്നാണ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തേക്കൊക്കെ രാത്രി കാലങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ വളരെ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ ഊരി വെച്ചാൽ ചെരുപ്പിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പം ഈ പാമ്പുകൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ AC-യുടെ ഉള്ളിൽ നിന്ന് പാമ്പിനെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന്, അലമാരയുടെ ഉള്ളിൽ നിന്ന്, കാറിൻ്റെ ഉള്ളിൽ നിന്ന്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഞാൻ പാമ്പിനെടുത്ത അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ചൂട് കനക്കുന്നതാണ് വീട്ടുവളപ്പിലേക്കും വീടുകൾക്കുള്ളിലേക്കും പാമ്പ് വരാനുള്ള കാരണം. തണുപ്പുള്ള ഇടം തേടി പാമ്പുകൾ എത്തും. പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, കടുത്ത ജാഗ്രത പാലിക്കണമെന്നാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം. പാമ്പിന്റെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം. അഥവാ കടിയേറ്റാൽ ചികിത്സ അല്പം പോലും വൈകരുത്. NCTV പുതുക്കാട്. പാമ്പ് കടിയേറ്റയാൽ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് തുടങ്ങി പാമ്പുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് നമുക്കുള്ളത്. ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് NCTVയോട് സംസാരിക്കുകയാണ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടർമാർ. 70% പാമ്പുകളും വിഷമില്ലാത്തവയാണ്. പാമ്പ് കടിയേറ്റയാളെ ഒരിക്കലും ഭയപ്പെടുത്തരുത്. പേടിച്ചാൽ രക്തയോട്ടം കൂടുകയും വിഷം ശരീരത്തിൽ വേഗം പടരുകയും ചെയ്യും. കടിയേറ്റയാളെ നടക്കാൻ അനുവദിക്കരുത്. കടിച്ച ഭാഗം അനക്കരുത്. ആഭരണങ്ങളും വാച്ചും മുറുകിക്കിടക്കുന്ന വസ്ത്രവും നീക്കണം.
കടിയേറ്റെടുത്ത് നീര് വന്ന് വീർക്കാൻ സാധ്യതയുണ്ട്. വെള്ളമോ മറ്റ് ഭക്ഷണങ്ങളോ കൊടുക്കരുത്. കടികൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണം. കടികൊണ്ട ഭാഗം കീറിമുറിച്ച് രക്തം കളയരുത്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന തരം വിഷമാണെങ്കിൽ മുറിവിലൂടെ രക്തം വാർന്നുപോയി ജീവൻ അപകടത്തിലാകാം. വായിക്കൊണ്ട് ആ ഭാഗത്തെ രക്തം വലിച്ചെടുക്കുന്ന രീതിയും അപകടമാണ്. വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. പാമ്പിനെ അന്വേഷിച്ച് സമയം കളയാതെ ആൻറ്റിവനമുള്ള ആശുപത്രിയിൽ വൈകാതെ എത്തിക്കുക എന്നത് തന്നെയാണ് അതിപ്രധാനം. പാമ്പ് കടിയേറ്റാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കരുത്? ഇത്തരം കാര്യങ്ങളിൽ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഡോക്ടർ രാജീവും ഒപ്പം ഡോക്ടർ ഡിയോ മാത്യുവുമാണ്. നമുക്ക് ഡോക്ടർമാരോട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടമ്പൂർ സ്വദേശിയായ 7 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച വാർത്ത വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തയായിരുന്നു. ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ പരക്കുന്നുണ്ട്. ഇപ്പോൾ പാമ്പ് കടിയേറ്റാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കരുത് എന്നതിനെക്കുറിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ? ഇത് വലിയൊരു വിഷയം തന്നെയാണ് ഉള്ളത്. പക്ഷേ പാമ്പ് കടിയേക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. ഡു ഇറ്റ് റൈറ്റ്, RIGHT. എന്ന് പറയുകയാണെങ്കിൽ റീഅഷുറൻസ് ആണ്. 70% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ്. 30% പാമ്പുകളാണ് വിഷമുള്ളതുള്ളൂ. ആ 30% തന്നെ വെറും 4 എണ്ണമാണ് മേജറായിട്ട് നമ്മൾ എന്താ പറയുക, ബിഗ് 4 എന്ന് പറയുന്ന സ്നേക്സ്. ഈ 4 ആൾക്കാരെ കൊല്ലുക സാധാരണ രീതിയിൽ. നമുക്കുള്ള പ്രതിവർഷം ഈ 4 എഗെയിൻസ്റ്റ് തന്നെ ഉള്ളൂ. ഇതിന് പുറമേയുള്ള പാമ്പുകൾക്കൊന്നും കാര്യമായിട്ടുള്ള മനുഷ്യനെ കൊല്ലാനുള്ള ശക്തിയൊന്നുമില്ല. മറ്റതിനുണ്ട്, മറ്റേ രാജവമ്പാലയ്ക്ക് ഉണ്ട്, പക്ഷെ അതിന് പ്രതിവർഷമൊന്നുമില്ല. പ്രധാനമായി 4 തരത്തിലുള്ള പാമ്പുകളാണ് നമ്മുടെ ഇവിടെ സാധാരണ കാണുന്നത്. ഒന്ന് മറ്റേ കോമൺ കോബ്ര, പിന്നെ കോമൺ ക്രേറ്റ്, പിന്നെ സോസ്കൈൽ വൈപ്പറും റസൽസ് വൈപ്പറും. ഇവിടെ കോമൺ ആയിട്ടുള്ളത് റസൽസ് വൈപ്പറും മറ്റേ കോബ്രയാണ്. ഇത് രണ്ടാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ ഈ കോബ്രയും ക്രേറ്റ് എന്ന് പറഞ്ഞത് ഞരമ്പിനെ ബാധിക്കുന്നതാണ് കൂടുതലായിട്ട് കാണുന്നത്. വൈപ്പർ മിക്കവാറും ബ്ലഡിനെ ബാധിക്കുന്നതാണ് ഉള്ളത്. അപ്പോൾ ഇതുണ്ടാകുമ്പോൾ കുറച്ച് ആൾക്കാരിൽ ഇപ്പോൾ ഈ പാമ്പിനെ കടിക്കുകയാണെങ്കിൽ പോലും ഒരു 50% ഡ്രൈ ബൈറ്റ് എന്ന് പറയും. കാരണം ഈ പാമ്പ് കടിക്കുമ്പോൾ അതിൻ്റെ ഫാങ്സ് നമ്മുടെ ശരീരത്തിലെത്തിയിട്ട് അത് വിഷം ചീറ്റണം. പക്ഷേ ഇത് മിക്ക സമയത്തും അങ്ങനെ വിഷം കയറിയെന്ന് വരില്ല. കാരണം മിക്കവാറും പല്ല് അതിൻ്റെ നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ പാമ്പ് അതായിരിക്കും കടിച്ചിട്ടുണ്ടാവുക, പക്ഷേ നമുക്ക് വിഷം ഏൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് ഉള്ളത്. അപ്പോൾ 30% ഈ വെനമസ് ബൈറ്റ് ഉള്ളൂ. അതിൽ തന്നെ ഒരു പകുതിയോളം ഡ്രൈ ബൈറ്റാണ്. ഇപ്പോൾ ഡ്രൈ ബൈറ്റിന് ആൾക്കാർക്ക് ലക്ഷണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ഇതാണ് റീഅഷുറൻസ് ആണ്. കാരണം മിക്ക ആൾക്കാർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഹാർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് സ്പീഡിൽ അടിക്കും. അപ്പോൾ നമുക്ക് രക്തത്തിൻ്റെ സ്പീഡ് ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ വിഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ മിക്ക സമയത്തും എന്താണെന്ന് പറയുകയാണെങ്കിൽ ആളെ റീഅഷുർ ചെയ്യുക. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുക. RI എന്ന് പറഞ്ഞാൽ റൈറ്റിൽ I എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസേഷനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫ്രാക്ചറൊക്കെ പറ്റുമ്പോൾ എങ്ങനെയാണ് കൈ അനക്കാതെ വെക്കുക, അതേപോലെ ഈ നമ്മുടെ ശരീരം കടിച്ച ഭാഗം അനക്കാതെ വെക്കണം. കാരണം ഇത് അനക്കുമ്പോൾ ഇപ്പോൾ കയ്യിലെ കടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ അനക്കുമ്പോൾ പെട്ടെന്ന് വിഷം കയറാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പോൾ അത് ഇമ്മൊബിലൈസ് ചെയ്യുക. പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്ററോ അല്ലെങ്കിൽ മറ്റേ ഇലാസ്റ്റിക് ബാൻഡേജോ അല്ലെങ്കിൽ സാധാരണ ഗോസ് ഉണ്ടായാലും മതി. അത് വെച്ചിട്ട് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുക, അനക്കാതെ വെക്കുക. GH എന്ന് പറഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റലാണ്. കാരണം ഈ വിഷം ഏൽക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇതിനുള്ള പ്രതിവിധി ആൻറ്റിവെനം മാത്രമേ ഉള്ളൂ. ആൻറ്റിവെനം വിഷം കയറിയിട്ടുണ്ടെങ്കിൽ ആൻറ്റിവെനം മാത്രമേ ഉള്ളൂ. അത് ഉള്ള ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം. അല്ലാതെ ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത സൗകര്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല. T എന്ന് പറയുകയാണെങ്കിൽ ടെൽ ദ ഡോക്ടറോട് പറയുക, എന്നെ പാമ്പോ അല്ലെ എന്തോ ഒരു സംഭവം കടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് മിക്ക സമയത്തും പാമ്പുകളുടെ കടിച്ച അതിൻ്റെ ലക്ഷണങ്ങളൊന്നും തുടക്കത്തിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ കടിച്ച പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവരെ മോണിറ്റർ ചെയ്ത് ഇങ്ങനെ ലക്ഷണങ്ങൾ ഇങ്ങനെ കാണുന്നതിനനുസരിച്ച് വേണം ട്രീറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഇനീഷ്യൽ ഫേസിൽ ചെയ്യാനുള്ളത്. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ കയ്യിലിങ്ങനെ മുറുക്ക കെട്ടും. അങ്ങനെ മുറുക്ക കെട്ടണതിൽ വലിയ ഇതൊന്നും സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവ് ആവണമെന്നില്ല. കാരണം മുറുക്ക കെട്ടിയാലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക, രക്തോട്ടം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് സ്പ്രെഡ് നമുക്കൊരു റീഅഷുറൻസാണ് ഉണ്ടാക്കുന്നത്. ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലേക്ക് ഈ വിഷം കയറില്ല എന്നുള്ളൊരു തോന്നലാകുമ്പോൾ അവർക്കൊരു ഒരു ഒരു റീഅഷുറൻസ് പോലെ അവർക്ക് തോന്നും. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമില്ല. പിന്നെ നമ്മൾ സാധാരണ മുറിക്കാൻ പാടില്ല. ഇപ്പോൾ ചില ആൾക്കാർ കടിച്ചിട്ട് വിഷം ചീറ്റ് കളയുന്നത് അങ്ങനത്തെ ഇതൊന്നും പാടില്ല.
ഇപ്പോൾ ഈ പാമ്പ് കടിച്ചാൽ ഏറ്റവും ആദ്യം ചികിത്സ ലഭ്യമാക്കുക, ആശുപത്രിയിൽ എത്തിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സയും അടിയന്തര ചികിത്സകൾ ലഭിക്കുന്നത് ജൂബിലിയിലാണ് പാമ്പ് കടിയേറ്റാൽ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? ഒരു പെട്ടെന്ന് ഒരു രോഗിയെ എത്തിച്ചാൽ ഇവിടെ ചെയ്യുന്ന ചികിത്സകളുടെ രീതികൾ എങ്ങനെയാണ്? ആദ്യം രോഗി എത്തിയതിന് ശേഷം നമ്മൾ പ്രധാനമായും രോഗിക്കുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിൽ വിഷമങ്ങളുണ്ട്. രക്തത്തിനെ ബാധിക്കുന്ന വിഷങ്ങളുണ്ട്, ഞരമ്പിനെ ബാധിക്കുന്ന തരം വിഷങ്ങളുണ്ട്. അപ്പോൾ രക്തത്തിനെ ബാധിക്കുന്ന വിഷമാണ് ശരീരത്തിലേറ്റുന്നതെങ്കിൽ കടിച്ച സ്ഥലത്തു നിന്ന് രക്തം വരിക, അവിടെ നീര് വരിക, നീര് കൂടി വരിക. ഇപ്പോൾ കയ്യിലാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ കൈയുടെ ഭാഗമായിട്ട് കക്ഷത്തിൽ പുതിയ കഴലകൾ വരിക, വയറുവേദന, ഛർദിൽ, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. ഈ നേരെ മറിച്ച് ഞരമ്പിനെ ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കൈകാലം അനക്കാൻ ബുദ്ധിമുട്ടുകൾ, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട്, കണ്ണുകൾ അടഞ്ഞു പോവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുന്നത് ലക്ഷണങ്ങൾ നോക്കും. അതേപോലെ തന്നെ രക്തത്തിൻ്റെ അളവിൽ എന്തെങ്കിലും രക്തം കട്ടപിടിക്കാൻ സാധിക്കുന്ന ഘടകങ്ങളുടെ അളവിൽ ഏറ്റക്കുറവിൽ ഉണ്ടോ എന്നുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യും. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രക്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രതിവിഷം ഉടനെ സ്റ്റാർട്ട് ചെയ്യും. പ്രതിവിഷമാണ് ആത്യന്തികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതിനുശേഷം പ്രതിവിഷം കൊടുത്തു, അതിൻ്റെ മാക്സിമം യൂണിറ്റ്സ് വരെ 10, 20, 30 വരെയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീടാണ് രക്തത്തിൻ്റെ ഘടകങ്ങളോ അതല്ലെങ്കിൽ നൂതന ചികിത്സാ HBOT, ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി മുതലായ മറ്റ് ചികിത്സാ രീതികളിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കടിച്ച പാമ്പിനെ തിരിച്ചറിയുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയ കാര്യമെന്നും തോന്നുന്നില്ല. കാരണം എന്തായാലും നമ്മൾ പാമ്പ് കടിയേറ്റാലും ഇല്ലെങ്കിലും, പാമ്പിനെ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും നമ്മൾ പാമ്പിനെ അല്ല ചികിത്സിക്കുന്നത്, പാമ്പിൻ്റെ ആ ലക്ഷണങ്ങളുള്ള പേഷ്യൻസിനാണ് ചികിത്സിക്കുക. അപ്പോൾ മിക്ക സമയത്ത് എന്താ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാർ പാമ്പിനെ തേടിയിട്ട് പോകുമ്പോൾ കൊണ്ടുവരുന്ന പാമ്പ് വ്യത്യസ്തമുള്ള പാമ്പായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് കടിയേറ്റിട്ടായിരിക്കും വരിക. പക്ഷേ അതിൽ കാര്യമില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് പാമ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ പാമ്പ് കടീൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ പ്രതിവിഷം കൊടുക്കുക. നമ്മൾ ASV എന്ന് പറയുന്ന സാധനം പോളിവാലൻ്റ് വാക്സിനാണ്. അത് ഈ 4 പാമ്പുകൾക്കും ഒരേ ചികിത്സ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പാമ്പിനെ കൊണ്ടുവന്നിട്ട് വലിയ കാര്യമില്ല. നമ്മൾ ഇങ്ങനെ പെറ്റിങ് ഫോട്ടോ എടുക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. പാമ്പിനെ പിടിച്ചിട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ. ഏതായാലും കടമ്പൂർ സ്വദേശിയായ 8 വയസ്സുകാരൻ അൽജോയുടെ പാമ്പ് കടിയേറ്റുള്ള മരണം നമ്മുടെ മനസ്സുകളെയൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടത്തിൽ കിടന്നുറങ്ങുമ്പോഴാണ് ആ മകന് പാമ്പ് കടിയേൽക്കുന്നതും മരണം സംഭവിക്കുന്നതും. അതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. ഏതായാലും ഈ ചൂടൊക്കെ ഏറി വരുന്ന ഒരു സമയത്ത് നമ്മുടെ ജീവിത പരിസരങ്ങൾ എത്രത്തോളം നമ്മൾ ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് അൽജോയ്ക്കുണ്ടായ ഈ ദുരന്തം. ഏതായാലും പാമ്പ് കടിയേറ്റാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കരുതെന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇനി നമുക്ക് വേണ്ട. ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ ജാഗ്രത തന്നെയാണ് നമുക്ക് ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന്റെ സമാപന ദിനമായ ചൊവ്വാഴ്ച വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയും വിശേഷാൽ പൂജകളോടെയുമാണ് ആഘോഷങ്ങൾ നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഗണപതി ഹോമം, ശ്രീഭൂതബലി, കലശാഭിഷേകം എന്നീ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പറപ്പുക്കർ ഹരിനമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ദശാവതാരം ചന്ദനച്ചാർത്ത് ചടങ്ങിന് ബ്രഹ്മശ്രീ മഠം വിഷ്ണു നമ്പൂതിരി നേതൃത്വം നൽകി. രാവിലെ തൃക്കൂർ രാജന്മാരാരുടെ പ്രാമാണികത്വത്തിൽ നടന്ന പഞ്ചവാദ്യ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. വൈകിട്ട് വാദ്യകലാകാരൻ പെരുവനം പ്രകാശൻ മാരാരുടെ നേതൃത്വത്തിൽ ആൽത്തറമേളം നടന്നു. പ്രസിഡന്റ് KP ഹരികൃഷ്ണൻ, സെക്രട്ടറി സുനിൽ മാപ്രണത്ത്, ദേവസ്വം ഓഫീസർ U അനിൽകുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. മറ്റത്തൂർ അന്നാമ്പാടം വലിയകത്ത് വീട്ടിൽ നഹാസ് എന്ന് വിളിക്കുന്ന നവാസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ദിവസം വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോടാലിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് നവാസിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. നവാസ് ഇരിങ്ങാലക്കുട, കൊടകര, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസിലും 1 കവർച്ചാ കേസിലും 3 അടിപിടി കേസിലും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുസ്ഥലത്ത് ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയ 1 കേസിലും ലഹരി ഉപയോഗിച്ച 1 കേസിലും സ്ത്രീയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച 1 കേസിലും 1 തട്ടിപ്പ് കേസിലും അടക്കം 15 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KK ഷബാബ്, GSI B ബാലകൃഷ്ണൻ, GASA മനോജ് PK, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിജേഷ് സ്റ്റീഫൻ, CPO സുരേഷ് കുമാർ, അലക്സ് അഗസ്റ്റി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായിരുന്ന EK ഗോപിനാഥന്റെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കാവനാട് പഞ്ചമി വായനശാലയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ശശികുമാർ അധ്യക്ഷത വഹിച്ചു. അക്ഷരം പഠനകളരി കോർഡിനേറ്റർ EK രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. EK ഗോപിനാഥിന്റെ പത്നി KK സോജ അനുസ്മരണ പ്രഭാഷണം നടത്തി.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം MK ബാബു, അക്ഷരം പഠനകളരി ഫെസിലിറ്റേറ്റർ പാർവതി കൃഷ്ണൻ, ചെട്ടിക്കുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ദേവിക സംഘമിത്ര, KS സുജീഷ, ആദിത്യൻ എന്നിവർ പ്രസംഗിച്ചു. EK ഗോപിനാഥിന്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ വായനശാലയിലേക്ക് വൈറ്റ് ബോർഡ്, ഗ്രീൻ ബോർഡ്, പുസ്തകങ്ങൾ തുടങ്ങിയവ സംഭാവന ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൽ നിന്ന് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ചെമ്പൂച്ചിറ സ്വദേശി അരുൺ മാരാത്തിനെ പട്ടികജാതി ക്ഷേമ സമിതി മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉപഹാരം സമ്മാനിച്ചു. ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി ഷാൾ അണിയിച്ചു. ഏരിയ പ്രസിഡന്റ് PV മണി, VS സുബീഷ്, സീബ ശ്രീധരൻ, CK ശ്രീജിത്ത്, CS രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ഠി ബുധനാഴ്ച ആഘോഷിക്കും. അന്ന് പുലർച്ചെ 5-ന് ഉഷപൂജയോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3:31 വരെ വിവിധ ദേശക്കാരുടെ കാവടി എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് 5-ന് കോട്ടപ്പടി സുരേന്ദ്രന്റെ നാദസ്വര കച്ചേരി, 6-ന് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, 6:30-ന് സ്വാമി ശാന്താനന്ദ സരസ്വതിയുടെ ഭക്തി പ്രഭാഷണം, രാത്രി 8-ന് ബലരാമൻ ബാലയും നടക്കും. വ്യാഴാഴ്ച പുലർച്ചെ വരെ നീളുന്ന കാവടി എഴുന്നള്ളിപ്പോടെയാകും ഇത്തവണത്തെ മഹോത്സവത്തിന് സമാപനമാവുക. സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ, അവരുടെ ആശ്രിതർ എന്നിങ്ങനെ 30 ലക്ഷത്തിലേറെ വരുന്ന ഗുണഭോക്താക്കൾക്ക് ആശ്രയമായ മെഡിസിപ്പ് പദ്ധതിയെ നിയമലംഘകരായ ഓറിയന്റൽ ഇൻഷുറൻസ്, സ്വകാര്യ ആശുപത്രി ലോബി എന്നിവരിൽ നിന്നും സംരക്ഷിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് സംയുക്ത സമ്മേളനം ആവശ്യപ്പെട്ടു. പുതുക്കാട് നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. KV രാമകൃഷ്ണൻ, P തങ്കം, K സുകുമാരൻ, TA വേലായുധൻ, K സദാനന്ദൻ, MK ശാന്തകുമാരി, PV ഷാർഗൻ, VM ഹംസ, PM ഹനീഫ, K ശിവദാസൻ, ഫ്രാങ്കോ മന്നലി, CK ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മാള ഗവൺമെന്റ് ITIയിൽ സ്കിൽ എപെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ഡിപ്ലോമ ഇൻ മറൈൻ മെക്കാനിക്കൽ, ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. 6 മാസ കാലാവധിയുള്ള കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് നൽകുന്നു. ഫോൺ 8136806093. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,235 രൂപയും പവന് 1,13,880 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ ഉഗ്രസ്ഫോടനം, ഭൂകമ്പത്തിന് സമാനം പൊട്ടിത്തെറി. സ്ഫോടനമുണ്ടായത് തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിൽ. മരണസംഖ്യ ഉയരുന്നു. പാലിക്കരയിൽ വൻ രാസലഹരി വേട്ട, 90 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ചികിത്സയിലുള്ള 10 വയസ്സുകാരൻ അനൂഷിന്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.